അങ്ങനെ പുതുപ്പള്ളി കോലാഹലവും കഴിഞ്ഞു. അന്തിമജയം ചാണ്ടിയുമ്മന്. വിജയശ്രീ ലാളിതനായി ചാണ്ടിയുമ്മൻ വിജയം ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ 13ാമത് വിജയമാണിതെന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ വിജയശേഷമുള്ള പ്രതികരണം. 37,719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയുമ്മന്റെ വിജയം. ഉമ്മൻചാണ്ടിക്ക് പോലും ഇക്കാലം അത്രയും നേടാൻ കഴിയാതിരുന്ന വലിയൊരു ഭൂരിപക്ഷമാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ തുടക്കക്കാരനായ ചാണ്ടിയുമ്മന് ലഭിച്ചത്. ചാണ്ടിയുമ്മൻ 80,144 വോട്ടുകൾ നേടി പുതുപ്പള്ളിയുടെ പുതുനായകനായപ്പോൾ 42,425 വോട്ടുകൾ മാത്രം നേടാനേ LDF സ്ഥാനാർത്ഥി ജേക്ക് സി തോമസിന് കഴിഞ്ഞുള്ളൂ. 3ാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥി ലിജിൻ ലാലിന് 6,558 വോട്ടുകൾ മാത്രമാണ് ഇത്തവണ നേടാൻ കഴിഞ്ഞത്. ജയ്ക്ക് തോൽവി അംഗീകരിച്ചേ മതിയാകൂ ജയ്ക്ക്. അത് അംഗീകരിച്ചില്ലെങ്കിലും ഇത്ര മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ചാണ്ടിയുമ്മനെന്ന് പറഞ്ഞില്ലെങ്കിലും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ തേരോട്ടത്തിന് തടയിട്ട ഹുങ്കുമായി മത്സരിക്കാൻ ഇത്തവണ ഇറങ്ങിയപ്പോൾ ഭരണത്തിന്റെ മെച്ചത്തെക്കുറിച്ച് അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കണമായിരുന്നു. സഹതാപതരംഗമെന്നോ BJP വോട്ട് കച്ചവടം നടത്തിയെന്നോ എന്ത് ആരോപണം വേണമെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു ഉച്ചത്തിൽ കൂകി നടക്കാം. എന്നിരുന്നാലും അന്തിമമായി ചിന്തിക്കുമ്പോൾ വിജയം ഭരണവിരുദ്ധ വികാരം തന്നെ എന്ന് കരുതേണ്ടി വരും. ഇനി BJPക്കാർ മാറ്റിക്കുത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന N ഹരി നേടിയത് 11,694 വോട്ടുകളായിരുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPയുടെ വോട്ട് 6,558 മാത്രമാണ് കുറഞ്ഞത്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ വെറും 5,136 വോട്ടുകളുടെ കുറവ് മാത്രമാണ് ഉണ്ടായത്. പക്ഷെ ജയിക്ക് തോറ്റത് ഈ വോട്ടുകൾക്കല്ല. ഇനിയിപ്പോ അംഗീകരിക്കേണ്ടി വരും, പാർട്ടി വോട്ടുകളും ചോർന്നിട്ടുണ്ട് എന്ന്. മണർകാട് പഞ്ചായത്തിൽ പോലും നേരിയ പ്രതിരോധം പോലും സൃഷ്ടിക്കാൻ ജയിക്കിനായിട്ടില്ല എന്നുകൂടി പരിശോധിക്കണം. ഇനി കഴിഞ്ഞ തവണ ജയിക്കിന് കിട്ടിയ വോട്ട് കൂടി ഒന്ന് നോക്കാം. 54,328 വോട്ടുകളാണ് അന്ന് കിട്ടിയത്. അതായത് 2016 നേടിയ വോട്ടിനേക്കാൾ 41% വോട്ടിന്റെ വർധനവായിരുന്നു ജയിക്കിനുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് കുത്തിനെ കുറഞ്ഞിരിക്കുന്നു എന്ന സത്യം ജയിക്ക് മനസ്സിലാക്കണം. പാർട്ടി വോട്ടിന്റെ ശക്തമായ ചോർച്ച തന്നെയാണ് ഇതിന് കാരണം. അതായത് 32% വോട്ടിന്റെ കുറവാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കിന് നേരിടേണ്ടി വന്നത്. ബാക്കിയുള്ള 11,903 വോട്ടുകൾ എവിടെയാണ് പോയി മറഞ്ഞത് എന്ന് ഇടതുപക്ഷം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയൊരു പുനർവിചിന്തനത്തിന് കൂടിയുള്ളതാണ് ഈ പരാജയം എന്ന് ഇടതുപക്ഷം ഓർക്കേണ്ടതുണ്ട്. ആലങ്കാരികമായി കെ സുധാകരൻ പറഞ്ഞതുപോലെ ജയിക്കിന് ബന്ധുക്കൾ പോലും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും. ഇതിനെ സഹതാപ രംഗത്തിൽ ഒതുക്കിക്കൊണ്ട് നിസാരവൽക്കരിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത് തീർത്തും ആത്മഹത്യാപരമാണ്. മുൻപെങ്ങുമില്ലാത്ത വിധം ഏറെ വിമർശനമാണ് 2ാം പിണറായി സർക്കാർ നേരിടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് അണികളും പ്രവർത്തകരും പ്രതീക്ഷിച്ച ആവേശം ഇത്തവണ പുതുപ്പള്ളിയിൽ കണ്ടില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് സമ്മതിക്കേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്ന വലിയൊരു പരാജയം തീർച്ചയായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച നേരിയ ആശ്വാസം AM ആരിഫിന്റെ വിജയം മാത്രമാണ്. ഇത്തവണ അത്ര പോലും ആശ്വാസം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. 20 സീറ്റുകളും നേടിക്കൊണ്ട് ലോക്സഭയിലേക്ക് UDF വിജയശ്രീ ലാളിതരായി പോകും. എത്രയൊക്കെ ചാണ്ടിയുമ്മനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും, എത്രയൊക്കെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയാലും ഇതൊരു വലിയ പരാജയം തന്നെയാണ്. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നായിരുന്നു ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ പലരും ചർച്ച ചെയ്തത് വികസനത്തിന്റെ മറവിൽ നടത്തിയ കൊടിയ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കഥകൾ തന്നെയായിരുന്നു. CPM എന്ന രാഷ്ട്രീയ കക്ഷിക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം നേരിടേണ്ടി വന്ന ഭരണ പരാജയത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ഈ പരാജയത്തെ ജനം വിലയിരുത്തുന്നത്. ഇത് വെറുമൊരു തോൽവിയല്ല, നിലവിലെ ഭരണകൂടത്തിന്റെ നെറുകം തലയ്ക്ക് പൊതുജനം നൽകിയ കനത്ത പ്രഹരം തന്നെയാണെന്ന് നമുക്ക് കാണാം.